എല്ലാവർക്കും നമസ്കാരം. അയമോദകം അഗ്നിദീപ്തി ഉണ്ടാക്കുന്ന ഒരു ശ്രേഷ്ഠ ഔഷധമെന്ന നിലയിൽ അഗ്നിയുടെ എല്ലാ പര്യായപദങ്ങളും ഇതിനെ ആയുർവേദം അംഗീകരിച്ചിട്ടുണ്ട്. അയമോദകത്തിൻ്റെ ശാസ്ത്രീയ നാമം ടാക്കിസ്പേം അമ്മി എന്നാണ്. ജീരകം, ശതക്കുപ്പ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ആംബില്ലിഫെറ ഫാമിലിയിൽപ്പെടുന്ന സസ്യമാണ് അജ്വൈൻ അഥവാ അയമോദകം. കാരം സീഡ്സ് എന്നാണ് പൊതുവെ ഇത് അറിയപ്പെടുന്നത്. തമിഴിൽ ഓമം, ഇംഗ്ലീഷിൽ ബിഷപ്പ് സ്വീഡ് എന്നിങ്ങനെ വിളിക്കപ്പെടുന്നു. ഇന്ത്യൻ കുക്കിങ്ങിൽ, പ്രത്യേകിച്ച് ഗുജറാത്തി പാചകങ്ങളിൽ ഇത് ഉപയോഗിച്ചു വരുന്നു. ഇറ്റാലിയൻ കുക്കിങ്ങിലും മറ്റ് കോണ്ടിനെൻ്റൽ ഡിഷസിലും ഇത് ചേർക്കാറുണ്ട്. ഔഷധവീര്യമുള്ള എണ്ണകൾ, നാരുകൾ എന്നിവയുടെ കലവറയായ അയമോദകം ഒരു അത്ഭുത സിദ്ധിയുള്ള ഹോം റെമഡി എന്നതിൽ സംശയമില്ല. ആയുർവേദം, യുനാനി, നാട്ടുമരുന്ന്, അലോപ്പതി, ഹോമിയോപ്പതി എന്നീ ചികിത്സാരീതികളെല്ലാം തന്നെ അയമോദകത്തിൻ്റെ ഔഷധവീര്യം തിരിച്ചറിഞ്ഞവയാണ്. സുഗന്ധപൂരിതവും ബാഷ്പീകരണ സ്വഭാവമുള്ളതുമായ തൈമോൾ എന്ന തൈലം ഇതിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്നു. സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയാണ് തൈമോൾ എസൻഷ്യൽ ഓയിൽ വേർതിരിച്ചെടുക്കുന്നത്. കാൽസ്യം, ഫോസ്ഫറസ്, അയൺ, വൈറ്റമിൻ എ, ബി ഗ്രൂപ്പ് വൈറ്റമിൻസ്, പ്രോട്ടീൻ, ഫൈബേഴ്സ് എന്നിവയാൽ സമ്പന്നമാണ് അയമോദകം. അയമോദകത്തിന് ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഹൈപ്പർടെൻസീവ്, ആൻറ്റി മൈക്രോബിയൽ, ഹൈപ്പോലിപ്പിഡിമിക്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് എന്നിവ വളരെ ഉയർന്ന രീതിയിലുണ്ട്. ഗ്ലൈക്കോസൈഡ്സ്, സാപ്പോണിൻസ്, ഫെനോലിക് കോമ്പൗണ്ട്സ്, വോളട്ടൈൽ ഓയിൽസ് തുടങ്ങിയ ഫൈറ്റോ കെമിക്കൽസ് ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അയമോദകം ദഹനരസങ്ങളായ പിത്ത അമ്ലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ദഹനത്തെ സഹായിക്കുന്നു. ഫാസ്റ്റിങ്ങിന് ശേഷം ദഹനവ്യവസ്ഥ വീണ്ടും സജ്ജമാക്കാൻ അയമോദകം ഉത്തമമാണ്. വിശപ്പില്ലാത്തവർക്ക് അയമോദകം സേവിക്കുന്നതിലൂടെ വിശപ്പും രുചിയും കിട്ടുന്നു. എക്കിൾ പെട്ടെന്ന് ശമിപ്പിക്കാൻ ഒരു നുള്ള് അയമോദകം ചവച്ചാൽ മതി. പെപ്റ്റിക് അൾസർ ഉള്ളവർ അയമോദകം പതിവായി സേവിച്ചാൽ അസ്വസ്ഥതകൾ മാറിക്കിട്ടും. ദഹനക്കേട്, ഗ്യാസ്, വയറിളക്കം, വയറ്റിൽ നീര്, വയറുവേദന എന്നിവയ്ക്ക് ശമനം കിട്ടാൻ അയമോദകം തിളപ്പിച്ച വെള്ളം സേവിക്കുന്നത് ഉത്തമമാണ്. ഇന്ദുപ്പും അയമോദകവും ചേർത്ത് പൊടിച്ച് സേവിച്ചാൽ വായുകോപം കുറഞ്ഞു കിട്ടും. ജലദോഷം, ഒച്ചയടപ്പ്, തൊണ്ടവേദന, വരണ്ട ചുമ, കഫക്കെട്ട്, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയവയ്ക്കെല്ലാം അയമോദകം വളരെയധികം ഗുണപ്രദമാണ്. അയമോദകത്തിൻ്റെ ആൻറ്റിടെസീവ് പ്രോപ്പർട്ടി ചുമയെ തടയുന്നു. 100 മില്ലി വെള്ളത്തിൽ 5 ഗ്രാം അയമോദകം 15 മിനിറ്റ് തിളപ്പിച്ച് ആ വെള്ളം ചെറു ചൂടോടുകൂടി സേവിക്കുന്നത് വയറ്റിലുള്ള അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് ആശ്വാസം നൽകും. കോളറയുള്ള രോഗിക്ക് അയമോദകം ഇട്ട് തിളപ്പിച്ച വെള്ളം ഇടയ്ക്കിടെ കുടിക്കാൻ കൊടുക്കുന്നത് ഉത്തമമാണ്. ശിശുക്കൾക്കും ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഈ ഔഷധ സേവ ഗുണപ്രദമാണ്. വാതസംബന്ധമായ നീർക്കെട്ടുകൾക്ക് അയമോദകം ഉത്തമമാണ്. ഗൗട്ട്, സന്ധിവേദന എന്നിവ എല്ലാം നിരന്തരമായ അയമോദകത്തിൻ്റെ സേവയിലൂടെ കുറഞ്ഞു വരുന്നതായി കാണാം. അയമോദകത്തിൽ ധാരാളമായുള്ള നയാസിൻ, തൈമോൾ എന്നിവ ഹൃദയത്തിൻ്റെയും ഹൃദയപേശികളുടെയും രക്തക്കുഴലുകളുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഇവ ഹൃദയപേശികളുടെ സങ്കോച വികാസക്ഷമത വർദ്ധിപ്പിക്കുന്നു. BP, ഹാർട്ട് റേറ്റ് എന്നിവ നോർമലാക്കാൻ അയമോദകം സഹായിക്കുന്നു. ഹൃദയപേശികളിലും രക്തക്കുഴലുകളിലും കാൽസ്യം അടിഞ്ഞുകൂടാനുള്ള പ്രവണത ഇല്ലാതാക്കുന്നു. അങ്ങനെ രക്തക്കുഴലുകളുടെ വ്യാസം കുറയാതെ സംരക്ഷിക്കപ്പെടുന്നതിനാൽ രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള പ്രവണതയും കുറയുന്നു. അങ്ങനെ ഹൃദയം സംരക്ഷിക്കുന്നതിൽ ഉത്തമമാണ് അയമോദകം. അയമോദകം ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കുകയും ഒപ്പം ഗുഡ് കൊളസ്ട്രോൾ കൂട്ടുകയും ചെയ്യുന്നു. സ്റ്റാറ്റിൻ ഗുളികകൾക്ക് സമമായി കൊളസ്ട്രോൾ കുറയ്ക്കാൻ
അയമോദത്തിന് കഴിവുള്ളതായി കരുതപ്പെടുന്നു. വണ്ണം കുറയ്ക്കാൻ ഡയറ്റ് പ്ലാൻ ചെയ്യുന്നവർക്ക് അയമോദക സേവ ഗുണം ചെയ്യും. മെറ്റാബോളിസം ബൂസ്റ്റ് ചെയ്യപ്പെടുന്നതിലൂടെ കൂടുതൽ കാലറീസ് ബേൺ ചെയ്യപ്പെടുന്നു. ഫാറ്റ് വേഗം ഉരുകി ഉപയോഗിക്കപ്പെടുന്നു. ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പായി ഒരു നുള്ള് അയമോദകം സേവിക്കുന്നതിലൂടെ പൊണ്ണത്തടി, കുടവയർ എന്നിവ കുറച്ചെടുക്കാം. അയമോദകം ഇട്ട് തിളപ്പിച്ച വെള്ളം വെറും വയറ്റിൽ എന്നും രാവിലെ സേവിക്കുന്നതും ഉത്തമമാണ്. പലതരം ഗുണപ്രദമായ ഫൈറ്റോ കെമിക്കൽസ് അടങ്ങിയ അയമോദകം സേവിക്കുന്നതിലൂടെ കൂടുതൽ മൂത്രം വിസർജിക്കപ്പെടുന്നു. കാൽസ്യം ഓക്സലേറ്റ് ഡിപ്പോസിറ്റ് തടയപ്പെടുന്നത് മൂലം കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള പ്രവണത ഇല്ലാതാകുന്നു. അയമോദകം അമിതമായി കഴിച്ചാൽ ഓക്കാനം, നെഞ്ചിരിപ്പ്, തലകറക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. അതിനാൽ ഒരു നേരം 1 നുള്ളു വീതമേ സേവിക്കാവൂ. ഗർഭിണികൾ അയമോദകം കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. താങ്ക് യു.